ചോദിക്കുന്നവരെല്ലാം ഒരുപോലെയല്ല. ചോദിക്കുന്നവരിൽ അതിന് അനുവാദമുള്ളവരുണ്ട്, അനുവാദമില്ലാത്തവരും അപമാനിതരാകുന്നവരും ഉണ്ട്. അർഹരെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മുടെ ദീനിൽ വകവെച്ച ഒരു വിഷയമാണ്. സാമൂഹിക ശ്രേണിയിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വകുപ്പുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റുദ്ദു സായില വലൗ ബിദിൽഫിൻ മുഹ്റഖിൻ. ചുട്ട് എടുക്കപ്പെട്ട ഒരു കുളമ്പ് നൽകിയെങ്കിലും നിങ്ങളൊരു ചോദ്യകർത്താവിനെ, യാചകനെ തിരിച്ചയക്കണം, മടക്കണം എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ ഉമ്മു ബുജൈദ് റളിയല്ലാഹു തആല അൻഹ തിരുസവിധത്തിൽ വന്നു. എന്നിട്ട് അവർ പറയാണ്, ഇന്നൽ മിസ്കീന ലയഖൂമു അലാ ബാബി ഫമാ അജിദു ലഹു ഷൈഅൻ ഉഅ്തിഹിയ. ഈ അഗതികൾ എൻ്റെ വീട്ടുവാതിൽക്കൽ വന്ന് ചോദിക്കും, അവർക്ക് എന്തെങ്കിലും നൽകാൻ വീട്ടിൽ ഞാൻ കണ്ടെത്തൂല. ഹത്ത അസ്തഹി എന്നാണ്, ശൂന്യമായ കയ്യാൽ അയാളെ തിരിച്ചയക്കുന്നതിൽ ഞാൻ ലജ്ജിച്ചു പോകും. അപ്പോൾ എന്താ ചെയ്യുക എന്നാണ് മഹദി ഉമ്മു ബുജൈദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇല്ലം തജിദി ഷൈഅൻ തുഅ്തീനഹു ഇയ്യാ ഇല്ലാ ദിൽഫൻ മുഹ്റഖൻ ഫദ്ഫഇ ഇലൈഹി. വീട്ടിലൊന്നും കൊടുക്കാനില്ല എങ്കിൽ ഒരു ചുട്ടെടുക്കപ്പെട്ട കുളമ്പ് അതാണുള്ളത് എങ്കിൽ അത് കൊടുത്തെങ്കിലും അത്തരക്കാരെ തിരിച്ചയക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇത് പല പ്രയോഗങ്ങളിൽ കാണാം. അംർ ഇബ്നു മുആദ് അൽ അൻസാരി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയാണ്. ഒരു യാചകൻ വന്ന് വഖഫ സായിലുൻ അലാ ബാബിന, ഒരു യാചകൻ വന്ന് ഞങ്ങളുടെ വീട്ട് വാതിൽക്കൽ നിന്നു, വല്ലതും തരണേ എന്ന അർത്ഥത്തിൽ. അപ്പോൾ അംർ ഇബ്നു മുആദ് പറയാണ്, എൻ്റെ വല്യമ്മ ഹവ്വ ബിൻത് സക്കൻ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അത്ഇമൂഹു തംറൻ, ഒരു കാരക്ക അയാൾക്ക് കൊടുക്കാൻ പറയാണ്, തിന്നാൻ കൊടുക്കാൻ. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു, ലൈസ ഇന്ധന, ഇവിടെ ഒരു കാരക്ക പോലും ഇല്ല. അപ്പോൾ ഹവ്വ ബിൻത് സക്കൻ പറഞ്ഞു, ഫസ്കൂഹു സവീഖൻ, എങ്കിൽ സവീഖ് കുടിക്കാൻ കൊടുക്കൂ, ഒരു തരം സൂപ്പ് അല്ലെങ്കിൽ ഒരു തരം പാനീയം, അത് കുടിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിലുള്ളവർ, അൽ അജബുലക്കി നസ്തതിഉ അൻ നുതഇമഹു മാ ലൈസ ഇന്ധന, അത്ഭുതം തന്നെ, ഇവിടെ ഇല്ലാത്തൊരു സംഗതി എങ്ങനെ ഞങ്ങൾക്ക് അയാൾക്ക് കൊടുക്കാൻ പറ്റുമോ, തിന്നാൻ കൊടുക്കാൻ പറ്റുമോ, വീട്ടിലില്ലല്ലോ, ഒരു കാരക്ക പോലുമില്ല, പിന്നെ സവീഖ്. അപ്പോൾ അവിടെ ഹവ്വ ബിൻത് സക്കൻ അനുബന്ധം പറഞ്ഞ് അവരോട് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തറുദ്ദു സായില, ഒരിക്കലും യാചകനെ നിങ്ങൾ വെറുതെ മടക്കരുത്, വലൗ ബിദിൽഫിൻ മുഹ്റഖിൻ, ചുട്ടെടുക്കപ്പെട്ട ഒരു കുളമ്പ് നൽകിയെങ്കിലും നിങ്ങൾ യാചകനെ പരിഗണിക്കണം, വെറുതെ മടക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവിടെ മഹദി അറിയിച്ചത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ സായിൽ അർഹനാണ് എങ്കിൽ ഇല്ലായ്മയും വല്ലായ്മയുമാണ് അവനെ അതിന് പ്രേരിതമാക്കുന്നത് എങ്കിൽ അവർ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് നമ്മളുടെ ദീൻ പഠിപ്പിക്കുന്നത്. ആവശ്യക്കാരനാണ് എങ്കിൽ വിഗണിക്കപ്പെട്ടുകൂടാ. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു ഹദീസാണല്ലോ, വിചാരണയുടെ വേദിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചിലരെ വിചാരണ ചെയ്യുമ്പോൾ, യബ്ന ആദം ഇസ്തത്അംതുക ഫലം തുത്ഇമിനി, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, നീ എന്നെ തീറ്റിയില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ അടിയാൻ വിചാരണയുടെ വേദിയിൽ അള്ളാഹിനോട് വകൈഫ തുഇമുക് വഅൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലേ, ഞാൻ എങ്ങനെ നിന്നെ തീറ്റുമെന്ന് പറഞ്ഞപ്പോൾ പ്രതികരിക്കുമ്പോൾ അള്ളാഹു, അമാ അലിംത അന്നഹു ഇസ്തത്അമക അബ്ദി ഫുലാനുൻ ഫലം തുത്ഇമുഹു, എൻ്റെ ഇന്നദാസൻ നിന്നോട് ഭക്ഷണം ചോദിച്ചില്ലേ, യാചിച്ചില്ലേ, നീ അയാൾക്ക് തിന്നാൻ കൊടുത്തില്ല. അമാ അലിംത അന്നക ലൗ അത്അംതഹു ലവജദ്തഹു ദാലിക ഇൻദി, അന്ന് അയാൾക്ക് നീ തിന്നാൻ കൊടുത്തിരുന്നുവെങ്കിൽ നിൻ്റെ ആ ദാനം അത് ഇവിടെ എൻ്റെ അടുക്കൽ നിനക്കത് കാണാമായിരുന്നില്ലേ. ഇതേപോലെ യബ്ന ആദം ഇസ്തസ്ഖൈതുക ഫലം തസ്ഖിനി, നിന്നോട് ഞാൻ വെള്ളം ചോദിച്ചു, നീ എനിക്ക് വെള്ളം തന്നില്ല എന്ന് അല്ലാഹു വിചാരണയുടെ വേദിയിൽ ചിലരോട് പറയുമെന്നാണ്. അപ്പോൾ യാ റബ്ബ് കൈഫ അസ്ഖിക വഅൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലേ, നിനക്ക് ഞാൻ എങ്ങനെ ദാഹജലം തരും. അപ്പോൾ ഇസ്തസ്ഖാക അബ്ദി ഫുലാനുൻ, നിന്നോട് എൻ്റെ ഇന്ന ദാസൻ പാനജലം ചോദിച്ചിട്ടുണ്ട്, ഫലം തസ്ഖിഹി, നീ അവന് വെള്ളം കുടിപ്പിച്ചിട്ടില്ല. അമ ഇന്നക ലൗ സഖൈതഹു വജദത ദാലിക ഇൻദി, അന്ന് അവനെ നീ കുടിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്നത് നിനക്ക് എൻ്റെ അടുക്കൽ ഈ വിചാരണയുടെ വേദിയിൽ പുണ്യമായി നന്മയായി കണ്ടെത്താമായിരുന്നു എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു ഹദീസ്, ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസ്. അവിടെ നോക്കൂ നിങ്ങൾ,
ഒരാൾ യാചകനായി ആവശ്യക്കാരനായി വന്ന് ഭക്ഷണം ചോദിച്ച വിഷയം, ജലം ചോദിച്ച വിഷയം, അതാണ്. ഒരാൾ ഭക്ഷണം ചോദിക്കുമ്പോൾ അയാളുടെ പശി അടങ്ങാനാണ്. ദാഹജലം ചോദിക്കുമ്പോൾ ദാഹം ശമിപ്പിക്കാനാണ്. അത് പരിഗണിക്കണം എന്നുള്ളതാണ്. അയാൾ ആവശ്യക്കാരനായതുകൊണ്ടാണ് ആ യാചന. അതുകൊണ്ട് അത്തരം ആവശ്യക്കാരെ, യാചകരെ, ചോദിക്കുന്നവരെ പരിഗണിക്കണം എന്നുള്ളത് ഈ പ്രയോഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ആവശ്യക്കാരനാണ് എങ്കിൽ. എന്നാൽ അനാവശ്യമായിട്ടുള്ള യാചനയാണ് എങ്കിൽ അത് ഗൗരവപ്പെട്ട വിഷയമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ മദീനയിൽ ഒരു അടിമ മരണപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആ വിവരം പറഞ്ഞു, ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് പറയാണ്, ഞങ്ങളൊക്കെ സവിധത്തിലുണ്ട്. അപ്പോഴാണ് തൂഫിയ ഫുലാനുൻ, ഇന്ന വ്യക്തി മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടൻ ഉൻദുറു ഹൽ തറക ഷൈഅൻ, അയാൾ എന്തെങ്കിലും സ്വത്ത് ശേഷിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു തറക ദീനാറൈൻ ഔ ദിർഹമൈൻ, 2 ദീനാർ അല്ലെങ്കിൽ 2 ദിർഹം അയാൾ വിട്ടേച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ റസൂൽ പറഞ്ഞത് കയ്യത്താനി എന്നാണ്, തീയിൽ ചുട്ടെടുക്കപ്പെട്ടത് എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ആ 2 ദീനാറിനെ കുറിച്ച് അല്ലെങ്കിൽ ദിർഹമിനെ കുറിച്ച് പറഞ്ഞത്. എന്താ ഈ വ്യക്തിൻ്റെ വിശേഷം? എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? നിവേദനങ്ങളിൽ കാണാം, ദാക റജുലുൻ കാന യസ്അലുൻ നാസ തകസ്സുറൻ, അയാൾ ജനങ്ങളോട് യാചിക്കുന്ന വ്യക്തിയായിരുന്നു. എന്തിനാ യാചിക്കുന്നത്? തകസ്സുറൻ, ഇല്ലായ്മക്ക് പരിഹാരമായിട്ടല്ല, പട്ടിണിയും പരിവട്ടവും കൊണ്ടല്ല, പിന്നെയോ സ്വത്ത് കൂട്ടാൻ, കുമിച്ചു കൂട്ടാൻ, വർദ്ധിപ്പിക്കാൻ, ആവശ്യത്തിനല്ല, പിന്നെയോ അനാവശ്യമായ യാചന, അതായിരുന്നു അയാളുടെ മേൽവിലാസം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരിച്ച മനുഷ്യൻ്റെ വിഷയത്തിൽ ഇങ്ങനെ പ്രതികരിച്ചത് എന്ന് ഈ സംഭവത്തിൽ വായിക്കുകയാണ്. അപ്പോൾ യാചന, അനാവശ്യ യാചന, അതിൻ്റെ അപകടം എത്രമേൽ എന്നതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്.